വി.ഡി. സതീശൻ മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിലും സംഭവിക്കണമെങ്കിലും NSS വിചാരിക്കണം. വി.ഡി. സതീശൻ അഹങ്കാരിയായ ഒരു മുഖ്യമന്ത്രിയാണ്. 2 തവണ പോയിട്ടും എന്നെ ആട്ടിയിറക്കി, അനുമതി നിഷേധിച്ചു. അത് ആട്ടിയിറക്കൽ പോലെയാണല്ലോ. കടക്ക് പുറത്തെന്ന് പിണറായി വിജയൻ പറഞ്ഞു. മാന്യമായ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ അദ്ദേഹം അത് മാന്യനായതുകൊണ്ട് ആ വാക്ക് ഉപയോഗിച്ചില്ല എന്ന് മാത്രമാണ്. എന്തിനാണ് ഈ സുകുമാരൻ നായർ വലിഞ്ഞു കയറി ഈ സാമുദായിക നേതാവെന്നും പറഞ്ഞ് ഇങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ തിണ്ണ നിരങ്ങാൻ പോകുന്നത്? അല്ല, സത്യത്തില് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്നത് തന്നെ സുകുമാരൻ നായർ എന്ന NSS ജനറൽ സെക്രട്ടറിക്ക് ഒട്ടും രസിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ആവാൻ പാടില്ലാത്ത ഒരാളാണ്, അതിന് പറ്റാത്തയാളാണ് എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ സുകുമാരൻ നായർ സാറിനെ പോലെ വളരെ ആദരണീയനായ ഒരാൾ ആദ്യം പാലിക്കേണ്ട ഒരു മര്യാദ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയോട് കാണിക്കേണ്ട ആദരവാണ്. അതൊരു ഭരണഘടനാ പദവിയാണ്. അത് സതീശനാവാം, ചെന്നിത്തലയാവാം, വേണുഗോപാലാവാം, പിണറായി ആവാം, ആരും ആവാം. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയോട് അദ്ദേഹം കാണിക്കേണ്ട സാമാന്യ മര്യാദയുണ്ട്, ഏതൊരു പൗരനും കാണിക്കേണ്ട മര്യാദയുണ്ട്. സമുദായ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിലെ എല്ലാ അംഗങ്ങൾക്കും മാതൃക കൂടിയാണ് ആകണം അദ്ദേഹം. അപ്പോൾ മുഖ്യമന്ത്രി എന്ന പദവിയെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന് സ്വന്തം സമുദായത്തെയും അങ്ങനെ ബഹുമാനിക്കുന്നവരാണ് NSSന്റെ നേതാക്കൾ എന്ന് നമ്മുടെ നാടിനെയും ഒക്കെ പഠിപ്പിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അദ്ദേഹം ഇന്ന് നടത്തിയ സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രി പദത്തോട് കാണിക്കുന്ന ഒരു അവമതിപ്പാണ്. ഇനി അതിൻ്റെ ഒരു മറുവശം ഉണ്ടാവാം, ആ മറുവശം നമുക്ക് അറിഞ്ഞുകൂടാ. അത് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. NSS എന്ന സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ 2 തവണ അനുവദിച്ചില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അനുവദിക്കാത്തത് എന്ന് മുഖ്യമന്ത്രി എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. അതും പരിഗണിക്കേണ്ടതാണ്. കാരണം NSS ഇപ്പോൾ സുകുമാരൻ നായർ എന്ന ജനറൽ സെക്രട്ടറി വന്നതുകൊണ്ടോ അതിനു മുമ്പ് പണിക്കർ സാർ ഇരുന്നതുകൊണ്ടോ അല്ല, കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ, കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിലൊക്കെ വലിയ പങ്ക് വഹിച്ചൊരു പ്രസ്ഥാനമാണ് NSS. അതിനെ നമ്മൾ ഒട്ടും കുറച്ച് കാണരുത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് അർഹമായ പരിഗണന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കൊടുക്കണം. കാരണം അതൊരു പ്രസ്ഥാനമാണ്, ഒരു വ്യക്തിയല്ല. സുകുമാരൻ നായർ മുഖ്യമന്ത്രിയെ കാണാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യത്തിനാവില്ലല്ലോ, NSSന്റെ ആവശ്യത്തിന്. അപ്പൊ NSSന് ഒരു കൃത്യമായ പരിഗണന മുഖ്യമന്ത്രിയും കൊടുക്കേണ്ടത്. പക്ഷെ ഒരു സംശയം, ഈ പണിക്കർ സാറും മന്നത്ത് പത്മനാഭനൊക്കെ ഇരുന്ന സമയത്ത് NSS ആണോ ഇപ്പോ വ്യക്തികളിലേക്ക് മാത്രം? അത് NSS എന്ന് പറഞ്ഞാൽ സുകുമാരൻ നായർ. നിർഭാഗ്യവശാൽ ഞാനും ആ ഒരു ഇതിന്റെ പാർട്ടാണ്. എനിക്ക് ഇന്ന് വരെ NSSൽ നിന്ന് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഞാൻ ജനിച്ച് ഈ പ്രായം വരെ എനിക്ക് കിട്ടിയിട്ടില്ല. ആകെ കൂടെ നമുക്ക് ഈ NSS കൊണ്ടൊരു പ്രാധാന്യം ഉണ്ടാവുന്നത് വിവാഹ സമയത്ത്, ചിലപ്പോൾ മരണസമയത്ത്, വിവാഹ സമയത്ത് മരിക്കുമ്പോൾ NSS വന്ന് നമ്മളെ കാര്യങ്ങൾ, ചടങ്ങുകളൊക്കെ നോക്കിയാൽ നമുക്ക് മോശം കിട്ടുള്ളൂ എന്ന് ഇവർ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് NSS വരണം. അവരാണ് നമ്മുടെ മരണാന്തര ചടങ്ങുകൾ നടത്തുന്നത്, NSS ആണ്. അതുപോലെയാണ് ഈ കല്യാണ സമയത്തും NSSന്റെ ആൾക്കാർ വരണം. ഇതാണ് NSS കൊണ്ട് പൊതുവെ നായന്മാർക്കുള്ള ഗുണം. ഇനി ഇതിൽ അപ്പുറം പിന്നെ NSS എന്ന് പറഞ്ഞൊരു സംഘടന, ഈ സ്ത്രീകളുടെ കൂട്ടായ്മ, നായർ സ്ത്രീകൾക്ക് മാത്രമായി ഒരു കൂട്ടായ്മയുണ്ട്. ഈ കുടുംബശ്രീയും അതുപോലെ ഒരു കൂട്ടായ്മയുണ്ട്. നായർ പെണ്ണുങ്ങൾ മാത്രമേ അതിൽ ചേരാൻ പാടുള്ളൂ. അവർ ഈ മാസം പോലെ ഒരു ആഴ്ച തോറും ഒരു വീട്ടിൽ കൂടും, എന്നിട്ട് പൈസ ഇടും, അവർക്ക് ലോൺ കൊടുക്കും. അത് ഇരട്ടി ധനലക്ഷ്മിയാണ് ബാങ്ക് ലോൺ കൊടുക്കുന്നത്, അത് ഇരട്ടിയായിട്ട് അവർ തിരിച്ചു വാങ്ങും. അങ്ങനെ ചില സംഭവ വികാസങ്ങൾക്കപ്പുറം പിന്നെ ഓണത്തിനാണെന്ന് തോന്നുന്നു അരിയും കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ ഫ്രീ ആയിട്ടാണോ, എത്ര രൂപ അടച്ചാലാണോ, ഇതാണ് NSS എന്ന് പറഞ്ഞാൽ എനിക്ക്. അല്ലാതെ NSSന്റെ ഒരു കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല നായരാണെന്ന് പറഞ്ഞിട്ട്. NSSന്റെ ഒരു ആനുകൂല്യവും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപാട് പേരുണ്ട്, കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. എന്തിനാണ് ഈ NSS എന്ന് പോലും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഈ നായർ ബാല് ആകെക്കൂടെ ഉള്ള ഒരു ഈ നമ്മുടെയൊക്കെ ഗുണമെന്ന് പറയുന്നത് ഈ നായർ ബാല് മാത്രമാണ്. ഇപ്പൊ അതും നമുക്കൊരു അരോചകം പോലെയാണ്. അതും പുരുഷന്മാർക്കേ ഉള്ളൂ. പുരുഷന്മാർക്കേ ഉള്ളൂ. ഇപ്പോഴും ഈ നായർ എന്ന് പറയുന്നത് വീടുകളിലെല്ലാം ഇപ്പോഴും നായർ തറവാടില്, പക്ഷേ ഈ നായർ തറവാടിൽ പൊതുവെ പെണ്ണുങ്ങളാണ് ഭരിക്കുന്നത്. ആണുങ്ങൾ അവിടെ കുറച്ച് മൗനീഭാവങ്ങളാണ്. പെണ്ണാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, കുടുംബ ബജറ്റ് കൈകാര്യം ചെയ്യുന്നത്, ഒരു വിവാഹം മക്കൾക്ക് വരുമ്പോൾ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ചെയ്താൽ മതിയോടി എന്നാണ് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നത്. ഇതാണ്
സത്യത്തിൽ ഈ വാല് കൊടുക്കേണ്ടത് നായർ തറവാട്ടില് സ്ത്രീകൾക്കാണല്ലേ? അതെ, സ്ത്രീകൾക്കാണ് വാലിന്റെ ആവശ്യമുള്ളത്. ധന്യ നായർ എന്നാണ് ശരിക്കും വിളിക്കേണ്ടത്. അപ്പൊ ഇതില് ഈ എന്റെ കാര്യം വളരെ സിമ്പിളാണ്. ഇത് ഈ നായർ സർവീസ് സൊസൈറ്റി എന്ന പ്രസ്ഥാനം ഇങ്ങനെ ആയിരുന്നുവോ, അതല്ല ഇങ്ങനെ എന്താണ് നായർ സർവീസ് പ്രസ്ഥാനം ആകേണ്ടത്, മന്നത്തിന്റെ കാലത്തിരുന്ന പ്രസ്ഥാനമാണോ എന്നൊക്കെയുള്ള ചോദ്യം. മാത്രമല്ല, നായർ സർവീസ് സൊസൈറ്റി ഇന്ന് ആവശ്യമുണ്ടോ, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്ന ചോദ്യം തീർച്ചയായിട്ടും ആ സമുദായത്തിൽ ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളുണ്ട്. പക്ഷെ നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള, വിവാഹം നടത്താൻ കഴിവില്ലാത്ത, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരെ ആരെയും ഇന്ന് വരെ ഈ നമ്മുടെ സംഘടന എന്ന് പറഞ്ഞൊരു സാധനം സഹായിച്ച് എന്റെ അറിവിൽ എനിക്കില്ല. ഇനി ഇവരുടെയൊക്കെ കുടുംബമായിട്ട് സഹായങ്ങൾ ഉണ്ടാകും. അല്ലാതെ ഈ സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് NSSന്റെ പേരിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, വട്ടപൂജ്യമാണ്. അന്ന് ഇന്നും ഈ നായന്മാരായതുകൊണ്ട് നമുക്ക് ഈ ആനുകൂല്യങ്ങൾ പോലും കിട്ടില്ല. നമ്മൾ റിസർവ്ഡ് കാറ്റഗറി ആണല്ലോ, റിസർവേഷൻ ആണല്ലോ. അതുകൊണ്ട് അതുപോലും ഇല്ലാത്തൊരവസ്ഥയിൽ, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അല്ല, അതെ, തീർച്ചയായിട്ടും ഒരു നായർ യുവതി നായർ സർവീസ് സൊസൈറ്റിയോടുള്ള അവലാദികൾ പറയുന്നത് പ്രേക്ഷകരും കേട്ടോട്ടെ, NSSകാരും കേൾക്കട്ടെ, അതിൽ ഞാൻ കക്ഷിയല്ല. പക്ഷെ ഞാൻ ഈ ചോദിക്കുന്നൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ. നായർ സർവീസ് സൊസൈറ്റി എന്താണ് സ്വന്തം സമുദായത്തോട് ഈ പുതിയ കാലത്ത്, ഇന്നത്തെ കാലത്ത് ചെയ്യേണ്ടത്, അത് നിർവഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പരസ്പരം ചോദിക്കണം. പക്ഷേ ഞാൻ കാണുന്നത് NSS എന്ന പ്രസ്ഥാനം ചരിത്രത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ മന്നത്ത് പത്മനാഭനെ പോലുള്ള നേതാക്കൾ ഈഴവന്മാരെ ശത്രുക്കളായി കണ്ട് കലഹിച്ചൊരു കാലമുണ്ട്. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അപ്പുറത്ത് SNDP യോഗം എന്ന ഈഴവ പ്രസ്ഥാനവും ഇപ്പുറത്ത് NSS എന്ന നായർ പ്രസ്ഥാനവും കേരളത്തിന്റെ വളർച്ചയിൽ അവരുടേതായ പങ്കുവഹിച്ചിട്ടുണ്ട്, നവോത്ഥാനത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ട് നമ്മൾ കാണണം. അപ്പോൾ ആ പ്രസ്ഥാനത്തെ കേരള മുഖ്യമന്ത്രി അർഹമായ പരിഗണന കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ NSS ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. അവർ കോളേജ്, നീ പറഞ്ഞ പോലെ കോളേജ് നടത്തുന്നുണ്ട്, കഫേകളോ എന്തൊക്കെയോ നടത്തുന്നുണ്ട്. NSS നായന്മാർക്ക് വേണ്ടിയുള്ള പെരുന്ന NSS കോളേജ് അവിടെ ഫ്രീ ആണോ? അവിടെ ഫ്രീ അല്ല പക്ഷേ NSSകാരുടെ കോളേജുകളിൽ ആ സമുദായത്തിലെ അംഗങ്ങൾക്ക് ജോലിക്കോ അഡ്മിഷനോ പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ടാവൂലേ? മാനേജ്മെന്റ് കോട്ടയൊക്കെ ഉണ്ടാവുമല്ലോ. മാനേജ്മെന്റ് കോട്ട പൈസ കൊടുക്കണം, അതിനും കാശ് കൊടുക്കണം. അവരുടെ കോളേജ് ഉണ്ട്, NSS കോളേജ് ഉണ്ട്. നീറവൻകര ഞാൻ പഠിച്ചത് NSS കോളേജിലാണ്. പക്ഷെ അത് നായന്മാരുടെ മെറിറ്റിലല്ല, പഠിത്തത്തിന്റെ മെറിറ്റിലാണ് ഞാൻ ആ കോളേജിൽ പഠിച്ചത്. അതെ, മെറിറ്റിൽ കിട്ടും. നമുക്ക് അതിന്റെ മെറിറ്റിലാണ്. നായന്മാർക്ക് സൗജന്യമല്ലേ? നായന്മാരും കാശ് കൊടുക്കണോ? കാശ് കൊടുത്ത് കയറുന്നവരും ഉണ്ട്. ആണോ? അത് എന്തായാലും അത് പരിശോധിക്കട്ടെ. ഞാൻ പറയുന്നത് NSS സ്വന്തം സമുദായത്തോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ള വിഷയം സമുദായ അംഗങ്ങൾ ആലോചിക്കട്ടെ. നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് ആ സമുദായത്തിന്റെ ഒരു പ്രതിനിധിയായ സംഘടനയാണല്ലോ, അതിന്റെ നേതാവിനോട് കേരള മുഖ്യമന്ത്രി ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തില്ല, 2 തവണ ഇറക്കി വിട്ടു എന്നൊക്കെ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അത് ശരിയല്ല. ഇതിൽ 2 കാര്യങ്ങൾ പരസ്പരം എനിക്ക് തോന്നുന്നു അതിനെതിരായിട്ട് NSSന്റെ സെക്രട്ടറി ചോദിക്കുന്ന ചോദ്യം ഒട്ടും ശരിയല്ല. സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, അഹങ്കാരി. അതെ, അത് ശരിയല്ലല്ലോ. അത് കാരണം സതീശൻ വ്യക്തിയല്ല. സതീശൻ എന്ന വ്യക്തിയോട് ഇദ്ദേഹത്തിന് വിരോധം ഉണ്ടാവാം, NSSന് അവരുടേതായ സംഘടനാപരമായ വിരോധം ഉണ്ടാവാം. പക്ഷേ അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാനാവില്ല എന്ന് പറയാൻ എന്താ അർത്ഥമുള്ളത്? ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രി ആരാവട്ടെ, അദ്ദേഹത്തിന് രാജ്യത്തോട്, സംസ്ഥാനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇവിടുത്തെ പൗരന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, NSS പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തു ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഈ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഘർഷം, ഈ ഒരു അകൽച്ച, NSSും VD സതീശൻ എന്ന വ്യക്തിയും തമ്മിലുള്ള അകൽച്ച എന്നതിലേറെ അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം NSS ഈ സുകുമാരൻ നായരുടെ കാലം വന്നപ്പോൾ അതുവരെ സമദൂരം പാലിച്ചിരുന്നല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരം. അത് പിണറായി വിജയന്റെ കാലത്ത്, ഏതാണ്ട് പിണറായി വിജയന്റെ അവസാന കാലത്തൊന്ന് മാറി. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒരുമിച്ച്, NSSും SNDPയും ഒരുമിച്ച് ഇടതുപക്ഷത്തെ പിന്തുണക്കുന്ന, പിണറായി വിജയനെ പിന്തുണക്കുന്ന ഒരു കാലാവസ്ഥ വന്നു. ഒരു പക്ഷേ അതുകൂടിയാവണം എനിക്ക് തോന്നുന്നു പിണറായി വിജയന്റെ പരാജയത്തിന് ഒരു കാരണമായി തീരുന്നത്. കാരണം സമുദായ സംഘടനകൾ അവർ ചെയ്യേണ്ട ജോലിയുണ്ട്. അവർ രാഷ്ട്രീയം അല്ലാതെ ആവശ്യത്തിലേറെ രാഷ്ട്രീയം പറയുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവർ 2 കൂട്ടരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SNDP യോഗമോ NSSോ അവർക്ക് അവരുടെ സമുദായാംഗങ്ങൾ സമുദായ സ്നേഹം NSSനോട് കാണിക്കുന്നുണ്ടാവും. പക്ഷെ രാഷ്ട്രീയത്തിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവർ ഇവരോടല്ല ചോദിക്കുക. കേരളത്തിലെ നായന്മാരായി കേരളത്തിലെ പൗരന്മാർ വോട്ട് ചെയ്യാൻ പോകുന്നത് സുകുമാരൻ നായരുടെ താല്പര്യം അനുസരിച്ച് അദ്ദേഹം പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല. മാത്രമല്ല
ധന്യക്ക് ഓർമ്മയില്ലാത്തൊരു ചരിത്രമുണ്ട് കേരളത്തിൽ. സ്വന്തം ഒരു രാഷ്ട്രീയ പാർട്ടി വേണം, നമുക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് NSS ഒരു കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരുന്നു. NDP എന്നായിരുന്ന പാർട്ടിയുടെ ദയനീയമായിട്ട്, അത് പണിക്കർ സാറിന്റെ കാലത്താണ്, ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോയി ആ പരീക്ഷണം. NDP എന്നായിരുന്നു എൻ്റെ പേര്. നായർ, നാഷണൽ ഡെവലപ്മെന്റ് പാർട്ടി എന്നാണ് പേര്, പക്ഷേ നായർ പാർട്ടി ആയിരുന്നു അത്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയവും സമുദായവും രണ്ടായി കാണാൻ എല്ലാ നായന്മാർക്കും അറിയാം. അതുകൊണ്ട് രാഷ്ട്രീയം വേറെയാണ്. അതുകൊണ്ട് സുകുമാരൻ നായർ പറഞ്ഞവർക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷം ജയിക്കണ്ടേ? അത് അദ്ദേഹം മനസ്സിലാക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന്റെ സമദൂരത്തിന് പകരം ഇദ്ദേഹം ഇങ്ങനെ ഒരു പക്ഷത്തേക്ക് രാഷ്ട്രീയമായി ചാഞ്ഞു നിൽക്കുന്നതും NSSന് ഗുണകരമല്ല. 3, സുകുമാരൻ നായരെ കുറിച്ച് ഗുരുതരമായ ചില ആരോപണങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്, പിണറായി വിജയന്റെ കാലത്ത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താ? പിണറായി വിജയന്റെ പക്കൽ നിന്ന് വ്യക്തിപരമായ പല സൗകര്യങ്ങളും സുകുമാരൻ നായരും അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടിയും മരുമോന് വേണ്ടിയൊക്കെ നേടിയിട്ടുണ്ട് എന്ന ആരോപണങ്ങളും വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോ സതീശനെതിരായി സുകുമാരൻ നായർ ഉന്നയിക്കുന്ന വ്യക്തിപരമായ ഏത് ആരോപണവും പുതിയ സാഹചര്യത്തിൽ സതീശന് ഗുണകരമായിട്ടാണ് വരിക. എന്താ കാരണം എന്നറിയോ? ഒരു സമുദായ നേതാവിന്റെയും തിണ്ണ നിരങ്ങാൻ ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞ ആളാണ് സതീശനെതിരായി വ്യക്തിപരമായി എന്ത് പ്രസ്താവന ഏത് സമുദായ നേതാവ് നടത്തുമ്പോഴും കേരളത്തിൽ അത് സതീശൻ എന്ന നേതാവിന് ഗുണകരമായിട്ട് ഭവിക്കും. എന്തായാലും ഈ രണ്ടുപേരും തമ്മിൽ പരസ്പര ബഹുമാനത്തോടെ പോകേണ്ടതാണ്. കേരളത്തിന്റെ അവസ്ഥ അതാണ്. കാരണം സമുദായ സംഘടനകൾ കേരളത്തിന്റെ വളർച്ചയിൽ ഗണ്യമായ പങ്കുവഹിച്ച പ്രസ്താവനകളാണ് എന്ന യാഥാർത്ഥ്യം കേരളം ഭരിക്കുന്ന ഏത് മുഖ്യമന്ത്രിയും തിരിച്ചറിയണം. ഇനി മുഖ്യമന്ത്രി ഭരണഘടനാപരമായ ഒരു പദവിയാണ്. ആ ഇന്ത്യൻ ഭരണഘടന ഒരു മുഖ്യമന്ത്രിക്ക് കൊടുത്ത ആദരവ് ഏതൊരു സമുദായ നേതാവും കൊടുക്കേണ്ടതാണ് എന്ന് സുകുമാരൻ നായർ തിരിച്ചറിയേണ്ടതാണ്. പരസ്പരം ബഹുമാനിച്ച്, പരസ്പരം പരിഗണിച്ച്, പരസ്പരം ആക്ഷേപിക്കാതെ പോയാൽ കേരളത്തിന് നല്ലതാണ്, നായന്മാർക്കും നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.